നമസ്കാരം, എല്ലാവർക്കും വീണ്ടും ഡി ഡി ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് പാരൻറ്റിങ്ങിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിന് ഡീറ്റെയിൽഡായി പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താ പാരൻറ്റിങ് വേണ്ടി ഇത്രയൊക്കെ പഠിക്കാനുള്ളത്? പക്ഷേ ഇത് പഠിക്കാനല്ല, ഇത് ബേസിക്കലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണല്ലോ. ബേസിക്കലി പണ്ടത്തെമാർ ഞാൻ പറഞ്ഞ ഒരു പണ്ട് അങ്ങനത്തെ റിലേഷൻഷിപ്പ് അല്ല ഇപ്പോൾ കുട്ടികൾ ഭയങ്കര അഡ്വാൻസ് ആയി, അവർക്ക് സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ആ അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഇതൊരു രണ്ട് വേർഡ്സ്, അതായത് കൺട്രോളും മാനേജ്മെൻറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പല പാരൻസും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതായത് ഡയറക്ഷൻ കൊടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ കൺട്രോൾ ആസ്പെക്റ്റാണ് പല പ്രശ്നങ്ങളും പല ടെൻഷൻസും ആ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്. അവിടെ ഒരു മാനേജ്മെൻറ്റ് പറയുന്നത് സംഭവം എന്താ വെച്ചാൽ, അതായത് ഇവിടെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതേ സമയത്ത് നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യേണ്ടത് അതും കൂടി ഇനീഷ്യേറ്റീവ് പാരൻസ് എടുക്കണം. അവിടെയാണ് വ്യത്യാസം വരുന്നത്. കാരണം പ്രശ്നം ഉണ്ടാവും അല്ലേ, അത് പ്രശ്നം വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രശ്നത്തിന് എങ്ങനെ മാനേജ് ചെയ്യണം അതാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ പാരൻസിന് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, എൻ്റെയും കൂടി ഇനീഷ്യേറ്റീവ് എടുത്തത് ഞാൻ ഇത് മാറ്റം വരുത്തണം ഇന്ത്യയിൽ. പല പാരൻസിനും അത് ചിന്തിക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ എന്താണ് ഈ ഇഷ്യൂസ് ആദ്യം പോവാം. ഓക്കെ, അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചോളം പല ഇഷ്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പാരൻസിന് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ മഹാമോശമായിരിക്കും, അപ്പോൾ ചിൽഡ്രൻ എഫക്റ്റ് ചെയ്യും. സെക്കൻഡ്ലി അത് അവർ ഷെയർ ചെയ്യില്ല, അത് സെക്കൻഡ് അതാണ്, അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അവർ കുട്ടികളായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഡിഫറൻസ്, കാരണം അവർ പുറത്തിട്ട് ടീമായിട്ട് അവർ എക്സ്പോസ്ഡ് ആവും, അങ്ങനെ അവർക്കൊരു പ്രശ്നം വരും. മൂന്നാമത്തേത് പാരൻസ് തമ്മിലുള്ള ഫൈറ്റ്, അതായത് ഹസ്ബൻഡ് വൈഫ് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കുട്ടികളെ ബാധിക്കും, അതൊരു റീസണാണ്. പിന്നെ അവർക്കൊരു പാരൻസിന് ഈഗോ ഉണ്ടാവും, ഞാൻ ഡയറക്ഷൻ കൊടുത്ത ഇൻസ്ട്രക്ഷൻ കുട്ടികൾ കേൾക്കണം, അവർക്ക് ഒരു എന്താ പറയുക തിരിച്ച് പറയാനുള്ള ഒരു അവകാശമില്ല, അവർക്കൊരു ചാൻസ് കൊടുക്കില്ല, ഫ്രീഡം കൊടുക്കില്ല, അതൊരു റീസണാണ്. പിന്നെ അവർ എഡ്യൂക്കേറ്റഡ് അല്ലല്ല പാരൻസ്, അതൊരു റീസൺ ആയിരിക്കാം. അപ്പോൾ പല റീസൺസാണ് ഇതിന് ഗവേൺ ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പ് ഒരു റിഫ്റ്റ് കൊണ്ടാണ് ഒരു അടിയാവുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്താലേ നമുക്ക് ഇതിന് നമ്മളെ ഈ ഒരു സെൽഫ് മെക്കാനിസം നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്താലേ നമുക്ക് ഇത് സ്മൂത്തനാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേ സമയത്ത് ചിൽഡ്രൻ്റെ ഭാഗത്തു നിന്ന് അവർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അവർക്ക് ഈ പാരൻസിൻ്റെ അടുത്ത് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അവർ പുറത്തത്തെ അവരുടെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് ആ ഡിഫറൻസസ് മനസ്സിലാവും, ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അവിടെ അവർ എന്തെങ്കിലും അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആ MDMയും ആ സൂസൈഡൊക്കെ അവരെടുക്കുന്ന അത് കാരണം അതാണ്, മനസ്സിലായില്ലേ? രണ്ടാമത് അവർക്ക് ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ചില ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ആ പെർഫോമൻസ് അവരുടെ വീക്കായിരിക്കും, അങ്ങനെ ഒരു ഫാക്ടറാവാം. പിന്നെ ആ ഫ്രീഡം കിട്ടാത്തതുകൊണ്ട് അവർക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട്, അവർക്ക് കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് അവർ വേറൊരു അതിൻ്റെ ഒരു ഓപ്ഷൻ മാർഗം എടുത്തിട്ട് ഒരു നെഗറ്റീവ് എലിമെൻറ്റിലേക്ക് പോകണം, അങ്ങനെ ഒരു റീസൺ വരാം. പിന്നെ അവർക്ക് എന്താ പറയുക ഒരു എല്ലാ ഇൻഫോർമേഷനും കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്തിനാ അമ്മയെ പാരൻസിനോട് ചോദിക്കുന്നത്, ഞാൻ എന്തിനാ അവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഈഗോ ഇഷ്യൂവും ചിൽഡ്രൻ്റെ ഭാഗത്ത് നിന്ന് വരാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഒരുപാട് ഒരു ടെൻഷനിലേക്ക് പോകുന്നത്, അത് മറ്റ് റിലേഷൻഷിപ്പിൽ എഫക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സെൽഫ് മെക്കാനിസം, അതായത് രണ്ടുപേരും രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അതെന്താണ്, ഞാൻ എങ്ങനെ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, എൻ്റെ ഉള്ളിലൊരു സെൽഫ് മെക്കാനിസം ഡെറൈവ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിനെ നന്നാക്കി കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നന്ദി, നമസ്കാരം.